നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വീഡിയോയിൽ നമ്മൾ 6 കമ്പനികളിലെ തൊഴിൽ അവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില റിക്രൂട്ട്മെന്റുകൾ. ഒന്ന്, ഇൻഫോസിസിലേക്കുള്ള ഒരു ഫ്രഷർ ഹയറിംഗ് ആണ്. ഏതാണ്ട് 4ഓളം വിവിധ തസ്തികളിൽ അവർ ഹയർ ചെയ്യുന്നുണ്ട്. 21 LPA, അതായത് പ്രതിവർഷം 21 ലക്ഷം രൂപ വരെ ഫ്രഷേഴ്സിന് ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സോഹോ നാം അറിയുന്നത് പോലെ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പിറന്ന ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് കമ്പനിയായി വളർന്ന ഒന്നാണ് സോഹോ എന്നുള്ളത്. സോഹോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പല പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സോഹോയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കൊട്ടാരക്കരയിൽ സോഹോയ്ക്ക് കുറെ പ്രവർത്തനങ്ങളുണ്ട്. അവിടേക്കുള്ള ചില അവസരങ്ങൾ ഇതൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അത് നമുക്ക് ഇൻഫോസിസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇൻഫോസിസ് ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം 2025 4 തസ്തികളിലേക്കാണ് ഇൻഫോസിസ് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ആദ്യത്തേത് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ L3 ട്രെയിനിങ്. ഇവിടെയാണ് 21 LPA 21 ലക്ഷം പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങൾ. അത് തുടങ്ങിയിട്ട് ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയർ ട്രെയിനിങ്, അവിടെ 6,25,000 LPA പ്ലസ് 50,000 ജോയിനിങ് ബോണസ്. ഇങ്ങനെ 4 തസ്തികളിലേക്കാണ് ഫ്രഷേഴ്സിന്റെ ഹയറിങ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. 2025 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. അവിടെ തന്നെ BTech ഉണ്ട്, ME MTech ഉണ്ട്, MCA ഉണ്ട്, MSc ഉണ്ട്. ബ്രാഞ്ചസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻഫർമേഷൻ സയൻസ്, AIML, സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, അങ്ങനെയൊക്കെയുള്ള വിവിധ ബ്രാഞ്ച് 2025 കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ BTech, ME MTech, അതേപോലെ MCA, MScക്കാർക്കും അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് December 25. ഇനി അടുത്ത അവസരം അമൂറ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. അമൂറ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ജൂനിയർ ഹെൽത്ത് കോച്ച്, അതായത് ഇവരുടെ ക്ലയൻസ് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ളവർക്ക് ഹെൽത്ത് കോച്ചിങ് നടത്തുക എന്നുള്ള ഒരു ജോലിയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അന്ന് നമ്മുടെ കോട്ടയത്ത് വെച്ച് ഇവരുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം എറണാകുളത്ത് വെച്ചിട്ട്, പ്രത്യേകിച്ച് എറണാകുളത്ത് നമ്മുടെ ഭാരത് മാതാ കോളേജിൽ വെച്ചിട്ട് ഇവരുടെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 4 lakh per annum വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. നോക്കുക, ഇതിന്റെ എലിജിബിലിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. MScക്കാര് ലൈഫ് സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അപ്ലൈഡ് മൈക്രോബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, മെഡിക്കൽ മൈക്രോബയോളജി, ഹ്യൂമൻ ജെനറ്റിക്സ്, ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി, മോളിക്കുലർ ആൻഡ് സെല്ലുലർ ബയോളജി, അല്ലെങ്കിൽ BTech, അത് ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഫാർമസിക്കാര് BPharm, MPharm, PharmD, അല്ലെങ്കിൽ BDS, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2024-25 കഴിഞ്ഞവർക്കും 26 കഴിയാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യാം. അത്യാവശ്യം ഇംഗ്ലീഷ് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ 25, 24, 25 വർഷങ്ങളൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഒരു ഫോം ഉണ്ട്, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി അപ്ലൈ ചെയ്യാം. 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവരാണ് നിങ്ങളുടെ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസറിനോട്, ഭാരത് മാതാ കോളേജിന്റെ പ്ലേസ്മെന്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നൽകി ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. അപ്പം അമൂറ ഹെൽത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ അവസരം ബജാജ് ലൈഫ് ഇൻഷുറൻസിലേക്കുള്ള. ബജാജ് ലൈഫ് ഇൻഷുറൻസ് നാം അറിയുന്ന പോലെ ബജാജ് അലയൻസ് എന്ന് പറഞ്ഞ മുൻപ് പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ടോപ്പ് ഇൻഷുറൻസ് കമ്പനിയാണ്. 25,000-ഓളം ആൾക്കാർ ജോലി ചെയ്യുന്ന, 1.5 ലക്ഷത്തിലധികം അസോസിയേറ്റ്സ് ഉള്ള 600-ഓളം ഓഫീസുകൾ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു വലിയ കമ്പനിയാണ് ബജാജ് ലൈഫ് ഇൻഷുറൻസ്. ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള അവരുടെ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി PGക്കാർക്ക് അപേക്ഷിക്കാം. അത് 23, 24, 25 ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. എല്ലാ ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ജോബ് ലൊക്കേഷൻ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ കോട്ടയം, തൃശ്ശൂര്, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, ഇത്രയും നഗരങ്ങളിലാണ്. അതായത് വിവിധ തസ്തികളിലേക്ക് ഇവര് ഹയറിംഗ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്,
അതായത് ബാങ്ക് അഷുറൻസ് ചാനൽ. അതായത് നമ്മൾ ബാങ്കുകളിലായിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ബാങ്കുകളിൽ നിന്നുകൊണ്ട് ഈ ഇൻഷുറൻസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹയറിംഗ് ആണ്. അവിടെ തന്നെ സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്, സീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ PG കാർക്കുള്ളതാണ്. റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇതാണ്. ശമ്പളമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ ടിയർ സിറ്റീസ് അനുസരിച്ച് ശമ്പളം മാറും. കാരണം 3.5 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇനി അതുകൂടാതെ ഏജൻസി ചാനലിൽ വർക്ക് ചെയ്യാം. അതായത് ഈ ബജാജുമായിട്ട് ഏജൻസി ഉള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഏജൻസി ഉണ്ട്, ഏജൻസി കോർ ഉണ്ട്, ഏജൻസി വേരിയബിൾ ഉണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് സെയിൽസിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളാണ്. ഏതെങ്കിലും ഡിഗ്രി PG കഴിഞ്ഞവർ അല്ലെങ്കിൽ 26-ൽ കഴിയാൻ പോകുന്നവർക്ക് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്, അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ബജാജ് ലൈഫ് ഇൻഷുറൻസ് എന്ന് സെർച്ച് ചെയ്തും ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത അവസരം തേജോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനിയിലേക്കാണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഇന്ത്യയിൽ ആകമാനം, കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിൽ ആകമാനം റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ്, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഈ ഹയറിംഗ് ഒക്കെ സൗജന്യമായിട്ടുള്ള ഹയറിങ്ങുകളാണ് ഈ ചാനലിൽ പറയുന്നത്. ഇനി ആരെങ്കിലും ഇതിന്റെ പേരിലൊക്കെ പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇവർ ഹയർ ചെയ്യുന്നത് +2-കാരെയും ITI-കാരെയാണ്. ഏതെങ്കിലും ഒരു ട്രേഡിൽ പാസ്സായവരെയും ഫെയിൽ ആയവർക്കും ഒക്കെ ഇതിൽ പങ്കെടുക്കാം. 1100 ഒഴിവുകളാണ് ഈ തേജോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൽ ലഭ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 2 months 15,000 പെർ മന്താണ് സാലറി ആയിട്ട് കിട്ടുക. ആ സമയത്തൊക്കെ ട്രെയിനിങ്ങിന്റെ സമയമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത 4 മാസത്തേന് 25,000 പെർ മന്ത് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞാൽ 25,000 പെർ മന്ത് പ്ലസ് ഇൻസെന്റീവ്സ് ഒരു 4,000 മുതൽ 6,000 രൂപ വരെ അതിൽ ലഭിക്കും. അപ്പോൾ 30,000 രൂപ മാസം ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് 2 months ട്രെയിനിങ് ആയിരിക്കും, ക്ലാസ് റൂം ട്രെയിനിങ് ചെന്നൈയിലായിരിക്കും. പിന്നെ 4 months ഓൺ ദ സൈറ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും കൺഫർമേഷന്. അതായത് ഇവിടെ കാണാൻ സാധിക്കും, ബാച്ചിലർ അക്കോമഡേഷൻ കമ്പനി അറേഞ്ച് ചെയ്യും. കമ്പനി വെഹിക്കിള് സൈറ്റിലേക്കൊക്കെ പോകാനുള്ള അറേഞ്ച് ചെയ്യും. PF, ESI, ബോണസ് അങ്ങനത്തെയുള്ള ആനുകൂല്യങ്ങളുണ്ട്. മെഡിക്കൽ അലവൻസ്, ലീവ് ട്രാവൽ അലവൻസ് ഒക്കെ ലഭ്യമാകും. അപ്പോൾ തേജോ എഞ്ചിനീയറിംഗിലേക്ക് ITI-കാർക്ക് +2-കാർക്കൊക്കെ ഉള്ള അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനിയും 3J കൺസൾട്ടിങ് എന്ന് പറഞ്ഞ കമ്പനി കൊച്ചിയിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ട്രെയിനി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിപ്ലോമക്കാർക്കും ITI-കാർക്കും ഒക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. ഇലക്ട്രോണിക്സ് കമ്പണൻസ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ്. ആദ്യത്തെ 6 മാസം നിങ്ങൾ ട്രെയിനി ആയിട്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം സോഹോ കോർപ്പറേഷനിലാണ്. സോഹോ നാം അറിയുന്നത് പോലെ നമ്മുടെ ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കമ്പനിയായി വളർന്ന സോഹോ. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും റിമോട്ട് ലൊക്കേഷനിലാണ്. അവർ കേരളത്തിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ അവരുടെ കുറേ പ്രവർത്തനങ്ങളുണ്ട്. കൊട്ടാരക്കരയിലേക്ക് സോഹോ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ സോഹോയുടെ ഒരു വലിയ പ്രത്യേകത, പല തസ്തികളിലും അവർ ക്വാളിഫിക്കേഷൻ പ്രശ്നമാക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ വേണ്ട സ്കില്ലുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള കഴിവുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവരൊരു R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇന്റേൺസ് ആയിട്ട് ഇപ്പോൾ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതൊരു ഫുൾ ടൈം ജോലിയല്ല, ഇന്റേൺഷിപ്പാണ്. കൊട്ടാരക്കരയിലാണ്. 2022 മുതൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെ അപ്ലൈ ചെയ്യാം. 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർ ഓർക്കുക, ഇന്റേൺഷിപ്പ് ജനുവരിയിൽ ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള 26 ബാച്ചുകാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബാക്കി പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പിന് സ്റ്റൈഫൻഡ് 20,000 രൂപ പെർ മന്താണ്. മറ്റൊരു ജോലിയേക്കാൾ സ്റ്റൈഫൻഡ് ലഭ്യമാകുന്ന ഒരു അവസരമാണ്. ഇത് നിങ്ങൾക്ക് 29-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, 10 AM. എന്നിട്ട് ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 3-ാം തീയതി കൊട്ടാരക്കരയിൽ വെച്ചിട്ടായിരിക്കും. ഈ ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ നൽകുന്നുണ്ട്, സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് RF. അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കാരണം ഇവിടെ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നമല്ല, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയുക. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ ലെറ്റർ ലഭിക്കും.
അവിടെയായിരിക്കും നിങ്ങളുടെ വെന്യൂ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. 3-ാം തീയതി കൊട്ടാരക്കര സോഹോയിൽ വെച്ചിട്ടായിരിക്കും. അപ്പം ലെറ്റർ ഒന്ന് നോക്കുക. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഇതിൽ പങ്കെടുക്കാം. ഇന്റേൺഷിപ്പ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഓൾറെഡി ജോലിയുള്ളവർ അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി സോഹോയിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ബാക്കി ഇവര് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൊട്ടാരക്കര ഓഫീസ് പെട്ടെന്ന് ബസ്സിലൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല എന്നുള്ള കാര്യം. ഇവരുടെ പല ഓഫീസുകളും റിമോട്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യുവാനായിട്ട് എന്നുള്ള കാര്യം. താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകി അപേക്ഷിക്കാം. 3rd ജനുവരിയിലേക്ക് ജോയിൻ ചെയ്യണം. അത് നിങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ചോദിക്കുന്നുണ്ട്. യെസ് അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാനൊക്കെ മറക്കല്ലേ. അപ്പം സോഹോ കോർപ്പറേഷനിലെ മറാണ്ടിയിലേക്കുള്ള ഇന്റേൺഷിപ്പ് 20,000 രൂപ സ്റ്റൈഫൻഡുള്ള അവസരമാണ് സൂചിപ്പിച്ചത്. അപ്പൊ നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 6 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഉപകാരപ്രദം തോന്നുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ സന്ദർശിക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.